ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ ഓപ്പറേഷൻ സൺറൈസ് വാലിയുടെ ഭാഗമായി നടത്തിയ തിരച്ചിലിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. സ്ത്രീയുടെ മുടി ഉൾപ്പെടെ ശരീരാവശിഷ്ടങ്ങൾ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. സൂചിപ്പാറയുടെ താഴ്വാരത്ത് സൺറൈസ് വാലിയിൽ 12-അംഗ സംഘം ആർമിയുടെ കെടാവർ നായയുടെ സഹായത്തോടെയാണ് ഇന്ന് തിരച്ചിൽ നടത്തിയത്. നാളെയും ഈ മേഖലയിൽ തിരച്ചിൽ തുടരുമെന്നാണ് സൂചന. സൺറൈസ് വാലിയിലെ മലയിടുക്കുകളിലും വനാന്തരങ്ങളിലുമാണ് കമാൻഡോ സംഘത്തിന്റെ തിരച്ചിൽ. ആർമിയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും ഫോറസ്റ്റും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. രാവിലെ കൽപ്പറ്റ SKMGHS മൈതാനിയിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിലാണ് സൺറൈസ് വാലിയിലേക്ക് ദൗത്യ സംഘം തിരിച്ചത്. രണ്ട് ഘട്ടമായി കമാൻഡോ സംഘത്തെ സൺറൈസ് വാലിയിൽ എയർ ഡ്രോപ്പ് ചെയ്തു. 9 മണിയോടെ ഇരു സംഘങ്ങളായി തിരച്ചിൽ തുടങ്ങി. ഒപ്പം ആർമിയുടെ കെടാവർന്നായ മോനിയും ഉണ്ടായിരുന്നു. ഇനിയും ഒരു 12 മെൻ പാർട്ടി, അതിന് ഒരു കടബേർഡ് ഡോഗും ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് സസ്പീഷ്യസ് ആയിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് മാർച്ചിട്ടിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കടബേർഡ് ഡോഗ് ഉപയോഗിച്ചിട്ട് പരിശോധിക്കാൻ വേണ്ടിയാണ് തീരുമാനം. 8 മണിക്കൂർ നീണ്ട തിരച്ചിലിനിടയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പലയിടങ്ങളിലായി ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു ശരീരാവശിഷ്ടങ്ങൾ. എയർലിഫ്റ്റ് ചെയ്ത ശരീരാവശിഷ്ടങ്ങൾ കൽപ്പറ്റയിൽ എത്തിച്ചു. സാഹസിക ദൗത്യം പൂർത്തിയാക്കിയാണ് ആർമിയുടെയും SOGയുടെയും കമാൻഡോമാർ തിരിച്ചെത്തിയിരിക്കുന്നത്. ഒരുപക്ഷേ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് കിട്ടിയ സാഹചര്യത്തിൽ നാളെയും തിരച്ചിൽ തുടരാനാണ് സാധ്യത. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ. റിപ്പോർട്ടർ വയനാട്.